രാത്രി അയാൾ കോഴിക്കോട് ബീച്ചിന്റെ വൈബാണ്. അങ്ങനെ ബീച്ചിൽ വൈബ് അടിച്ചൊരു ചായം കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ചെക്കനാളെ പോകുന്ന കാര്യം നമ്മൾ ആലോചിച്ചത്. വൈകുന്നേരമല്ല അതിന് മുന്നെത്തും. ഒറ്റ വേണ്ടി എറണാകുളത്തേക്ക് പോവാ പറ്റില്ല. പിന്നെ ഒന്നും നോക്കിയാൽ നമ്മൾ നേരെ എറണാകുളത്തേക്കും കിട്ടും. വണ്ടി ഏതായാലും കുഴപ്പമില്ല, കുണ്ടി വെക്കാൻ സ്ഥലമുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ. അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ നേരെ ആലുവക്ക് റീച്ച്. അവിടെ എത്തിയപ്പോൾ നമ്മൾ നേരെ ആലുവ മണപ്പുറത്തേക്കാണ് പോയത്. ഇവിടെ നേരെ തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് കളിക്കുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇത് നമ്മുടെ സിനിമ നടൻ ദിലീപേട്ടന്റെ വീടാണ്. അവിടെ നേരെ നമ്മൾ ചെക്കന്റെ വീട്ടിലേക്ക്. അങ്ങനെ അവന്റെ വീട്ടിലെത്തിയും കണ്ട് അവന്റെ എക്സ്പ്രഷൻ നിങ്ങളിപ്പോ കാണുന്നത്. ഒരുപാട് കാലം കൂടെ ജോലി ചെയ്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കാണാൻ വരുന്ന പ്രത്യേക തന്നെ ഒരു ഫീലാണ്. പിന്നീട് അങ്ങോട്ട് ഒരു സ്നേഹപ്രകടനമായിരുന്നു. അവിടെ നേരെ നമ്മൾ ചെക്കനൊരു ആവശ്യത്തിന് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ യാതൊരു കുറവുണ്ടാവും. അങ്ങനെ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇന്ന് നമ്മൾ ഇവന്റെ പടക്കൊതിരൊന്ന് പാഴ്സലായിരിക്കും. അങ്ങനെ അവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ചെക്കന്മാർ നമ്മൾ പിക്ക് ചെയ്യാൻ. അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ അങ്ങ് വിട്ടു. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെയാണെങ്കിൽ ഒടുക്കുന്ന ഒരു ആംബിയൻസ്. കായലിന്റെ സൈഡിൽ ഇങ്ങനെ സൊറ പറഞ്ഞ് ഫുഡ് അടിക്കുന്ന പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ ഫുഡൊക്കെ വന്ന് നമ്മൾ അടിച്ചു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ കുഴപ്പം അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ ചെക്കനെ വീട്ടിലേക്ക് അവനോട് ടാറ്റ പറഞ്ഞ് നമ്മളവിടെ പോയി. അപ്പൊ ഓക്കെ ബൈ ഗൈസ്.